നമസ്കാരം. സംസ്ഥാനത്ത് ജൂലൈ 1 മുതൽ നടപ്പാക്കുന്ന മദ്യനയം മദ്യവർജനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ആവർത്തിക്കുന്ന ഇടത് നയത്തിന് അനുകൂലമാകുമോ അതോ പ്രതികൂലമാകുമോ? ബാറുകൾ തുറന്നാൽ മാത്രമേ മയക്കുമരുന്നിന്റെ വ്യാപനം തടയാൻ കഴിയൂ എന്ന് വാദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഒപ്പം സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കുന്ന സർക്കാരിനെതിരെ നിശിതമായ വിമർശനം നടത്തുന്ന ക്രൈസ്തവ സഭകൾക്കും സംഘടനകൾക്കും മതപരമായ ചടങ്ങിന് വീഞ്ഞു നിർമ്മിക്കാൻ എന്തവകാശമാണ് ഉള്ളതെന്ന ചോദ്യം മദ്യ ഉപഭോക്താക്കൾ ഉയർത്തുന്നു. വീഞ്ഞും വിശ്വാസവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് സഭ വ്യക്തമാക്കണമെന്ന് അവർ അവകാശപ്പെടുന്നു. സമ്പൂർണ്ണ മദ്യവർജനം ലക്ഷ്യമിടുന്ന മതസംഘടനകൾക്കും സന്നദ്ധ സംഘടനകൾക്കും വീഞ്ഞിനുള്ള ലൈസൻസ് ഒരു തിരിച്ചടിയാകുമോ? പുതിയ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ചർച്ച ചെയ്യുന്നു. വീഞ്ഞിൻ്റെ രാഷ്ട്രീയം വിഴുപ്പലക്കുമ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ശ്രീ ടി.എൻ. പ്രതാപൻ, മുൻ എം.എൽ.എയും മദ്യവിരുദ്ധ പ്രവർത്തന സമിതിയുടെ നേതാവും, ഒപ്പം ഫാദർ പോൾ തേലക്കാട്ട്, സത്യദീപത്തിൻ്റെ എഡിറ്റർ, സാമൂഹ്യ പ്രവർത്തകൻ ചെറിയാൻ ഫിലിപ്പ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ റോയ് മാത്യു, ഒപ്പം മധു നായർ. പ്രതാപൻ, LDF സർക്കാരിൻ്റെ മദ്യനയത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യതയുണ്ട് എന്ന് അവർ പറയുന്ന ന്യായങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? മാർഷലെ, ആദ്യം തന്നെ അവർ പറയുന്ന കണക്കുകളെല്ലാം പൊള്ളയാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ മദ്യവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറ്റകൃത്യങ്ങളുടെ കുറവ്, മൊത്തം ആ കുറ്റകൃത്യങ്ങളെടുത്താൽ 19% കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതായി ബോധ്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അവർക്ക് പറഞ്ഞ കണക്ക് ടൂറിസത്തിൻ്റെ വരുമാനം കുറയുന്നു. ടൂറിസം മേഖല ഇതോടുകൂടി കേരളത്തിൽ പിന്നോക്കം പോകുന്നു എന്നാണ്. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ ഒരു വാർത്തയുണ്ട്. കേരളത്തിൽ ടൂറിസം കഴിഞ്ഞൊരു വർഷക്കാലം 5.71% ടൂറിസത്തിൻ്റെ വർധനവ് ഉണ്ടായിരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകരാരെങ്കിലും നിങ്ങളടുത്ത പോലീസ് സ്റ്റേഷനിൽ CI ഓഫീസിലോ SI ഓഫീസിലോ DYSP ഓഫീസിലോ പോവുക. കഴിഞ്ഞ 3 വർഷക്കാലത്ത് മദ്യപിച്ചുണ്ടായിട്ടുള്ള ആക്സിഡൻറ്റുകൾ, മദ്യപാനം മൂലമുണ്ടായ വൈവാഹിക ജീവിത പ്രശ്നങ്ങൾ, കുടുംബജീവിത പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം എടുക്കുക, അതിന് ഒരു കമ്പാരിസൺ നടത്തുക. ഇത്രയും ജനകീയമായ തീരുമാനം നടപ്പാക്കിയിട്ടുള്ള ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റിലേക്ക് അങ്ങ് ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ജനത്തിന് ഇത് മനസ്സിലായിരുന്നില്ലേ? മദ്യം അല്ലെങ്കിൽ ബാർ നിരോധിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞില്ലേ? AK ആന്റണി ചാരായം നിരോധിച്ചു. വിപ്ലവകരമായ തീരുമാനമായിരുന്നു. ആ ചാരായം നിരോധിച്ചതിന് ശേഷം ശ്രീ AK ആന്റണി ഗവൺമെൻറ് പിന്നീട് ഇലക്ഷൻ നേരിട്ടപ്പോൾ പരാജയപ്പെട്ടു, അധികാരത്തിൽ വന്നില്ല. നയപരമായ തീരുമാനമെടുക്കുന്നതും നിലപാടെടുക്കുന്നതും ഒരു ജയത്തിനും വോട്ടിനും വേണ്ടിയാണോ? അങ്ങനെയാണ് രാഷ്ട്രീയമെങ്കിൽ ആ രാഷ്ട്രീയത്തോട് അല്ല യോജിക്കേണ്ടത്, ആ നിലപാടുകളോടാണ് യോജിക്കേണ്ടത്. ശരി, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി, ആഭ്യന്തര ടൂറിസ്റ്റുകളുടെയും വിദേശ ടൂറിസ്റ്റുകളുടെയും. അതോടൊപ്പം തന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ ക്രൈമുകളുടെ എണ്ണം കുറഞ്ഞു, മദ്യപിച്ചുള്ള അപകടത്തിൻ്റെ എണ്ണം കുറഞ്ഞു, നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൈം കുറഞ്ഞു, ആശുപത്രികളിൽ തലയിടിച്ച് വീഴുന്നവരുടെ എണ്ണം കുറഞ്ഞു, അതോടൊപ്പം തന്നെ കേസുകൾ കുറഞ്ഞു എന്നെല്ലാമാണ് T.N. പ്രതാപൻ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കണക്കുകളുടെ കാര്യത്തിലും അദ്ദേഹം പറയുന്നു മദ്യ ഉപഭോഗം 3 വർഷം കൊണ്ട് കുറഞ്ഞപ്പോൾ അതിൻ്റെതായ മാറ്റമുണ്ടായെന്ന്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇടത് സർക്കാർ ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നു 1 വർഷത്തിന് ശേഷം? ഇപ്പോൾ ചാരായ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ കൂടി പങ്കാളിയായ സംരംഭമാണ്. അന്ന് പ്രതാപൻ ഞാൻ എഴുതിയ ചാരായമേ വിട എന്ന നാടകമായി പോവുകയും തളിക്കുളത്ത് മർദ്ദനമേൽക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ ചാരായ നിരോധനം നടപ്പിലാക്കിയപ്പോൾ അടുത്ത 2 വർഷം എന്തായിരുന്നു സ്ഥിതി? മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞു, ചാരായ ഷാപ്പുകൾ അടഞ്ഞു, കിട്ടാതെ വന്നു. പക്ഷേ അതിൻ്റെ പാർശ്വഫലമാണ് പ്രശ്നം. ചാരായം എന്ന് പറഞ്ഞത് മാറി ചാരായ തടത്തിലാക്കി. കള്ളുഷാപ്പുകളെല്ലാം കാളകൂട ഷാപ്പുകളായി മാറി. മാത്രമല്ല ലഹരിയുടെ വ്യാപനം ഏറ്റവും അധികം കൂടി, സ്പിരിറ്റ് കള്ളക്കടത്ത് കൂടി, സ്പിരിറ്റ് ഗോഡൗൺ വന്നു, വിഷമദ്യ ദുരന്തങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ ചാരായ നിരോധനം കൊണ്ട് കേരളത്തിൽ ആദ്യത്തെ ദശകത്തിൽ മദ്യോപഭോഗം തുറന്നുവെന്ന് പ്രചരിപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ കഴിഞ്ഞെങ്കിൽ പോലും പിന്നീടുണ്ടായ പാർശ്വഫലം ദുരന്തമായിരുന്നു. യഥാർത്ഥത്തിൽ മദ്യ ഉപഭോഗം കുറഞ്ഞു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അതേസമയം ബാർ നിരോധനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ചാരായ നിരോധനം പോലെ തന്നെ പാർശ്വഫലമായിട്ടുള്ള സാമൂഹ്യ വിപത്തുകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇടത് സർക്കാർ അധികാരത്തിൽ വന്നു, 1 വർഷം പിന്നിടുമ്പോൾ പുതിയ മദ്യനയം വന്നിരിക്കുന്നു, ബാറുകൾ തുറക്കുവാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. അതോടൊപ്പം സഭകളിലെ വീഞ്ഞിൻ്റെ രാഷ്ട്രീയം വരെ ചർച്ചയ്ക്ക് വരുന്നു. എങ്ങനെയായിരിക്കും ഈ നിലപാടിനോട് അങ്ങുൾപ്പെടെയുള്ളവർ പ്രതികരിക്കുക? LDF സർക്കാരിനെ ജനം തിരഞ്ഞെടുത്തതാണ്. ആ ജനം തിരഞ്ഞെടുത്ത LDF സർക്കാരിന് മദ്യനയം രൂപീകരിക്കാനുള്ള അവകാശവുമുണ്ട്.
പക്ഷേ ആ കാര്യത്തിൽ മദ്യനയം രൂപീകരിക്കുമ്പോൾ അവർ പഴയ കാലത്തെ എന്തവസ്ഥയായിരുന്നുവെന്ന് ഗൗരവമായി പഠിച്ചോ എന്നൊരു പ്രശ്നം എൻ്റെ മുമ്പിലുണ്ട്. UDF സർക്കാരിൻ്റെ മദ്യനിരോധന നയത്തിന് ഫലമായി സമൂഹത്തിൽ എന്തെന്ത് മാറ്റങ്ങളുണ്ടായി എന്ന ഗൗരവമായ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആണോ LDF സർക്കാർ ഒരു തീരുമാനമെടുത്ത്? UDF സർക്കാരിനെ കുറിച്ച് LDF സർക്കാർ നേതാക്കൾ പണ്ട് ഇപ്പോഴും പറയുന്നത് അതൊരു രാവുക്ക് രാവ് നടത്തിയ ഒരു തീരുമാനമായിരുന്നു, വേണ്ടത്ര ഗ്രഹപാഠം നടത്തിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഗ്രഹപാഠം കൃത്യമായി നടത്തിയാണോ ഇപ്പോഴത്തെ സർക്കാർ ഈ നയം രൂപീകരിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ സഭ ഒഴിഞ്ഞുപയോഗിക്കുന്നു എന്ന് പറയുന്ന കാര്യമുണ്ട്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മദ്യം അതിൽ തന്നെ തിന്മയല്ല, മദ്യപിക്കുന്നത് പാപവുമല്ല. പക്ഷേ മദ്യം മറ്റേതൊരു ഭക്ഷണ സാധനയും പോലെയല്ല. മദ്യത്തിൽ അപകടമുണ്ട്. ആ അപകടത്തിന് വിധേയമാകുന്ന ധാരാളം ആളുകളുണ്ട്. ഒരൗൺസോ മദ്യം കഴിക്കുന്നത് ഒരു ആത്മീയമായ ഒരു അനുഷ്ഠാനപരമായ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ആ കുർബാനയ്ക്കുണ്ടാക്കുന്ന വീഞ്ഞ് ഒരു കാരണവശാലും പുറത്ത് കൊടുക്കാൻ പാടില്ല. പുറത്ത് കൊടുത്താൽ പിടിക്കപ്പെടേണ്ടതുമാണ്, ശിക്ഷിക്കേണ്ടതുമാണ്. സർക്കാർ മദ്യം നിരോധിച്ചിടത്തോളം കാലം മദ്യവർക്ക് വേണ്ടി സംസാരിക്കണം, അല്ലെങ്കിൽ മദ്യവരുടെ രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിലപാടുകൾ ഇനിയും പുതിയ മദ്യനയം വന്നപ്പോൾ പുതിയതായിട്ട് പറയാനുള്ളതും എന്താണ്? പുതിയ മദ്യനയം വളരെ കൂലങ്കഷമായിട്ട് ഞാൻ വായിച്ചു മനസ്സിലാക്കി. അതൊരു നയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സുതാര്യം, ഓണസ്റ്റായിട്ട് ഇപ്പോഴത്തെ ഈ പറയുന്ന കണക്കുകൾ, എത്ര സായിപ്പ് വന്നു, എത്ര പേര് ക്രൈമിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, ഇവിടെ ഈ കള്ളക്കണക്കുകളുടെ ബഹളമാണ്. അതിനൊരു പഞ്ഞവുമില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് തന്നെ കള്ളമാണെന്നാണ് ഒരു ഡെഫിനിഷൻ. ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഓണസ്റ്റായിട്ട്, ഇപ്പോൾ ബീഫ് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഫണ്ടമെൻ്റൽ റൈറ്റാണ്, അല്ലേ, മൗലികമാണ്. അതുപോലെ മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യവും ഫണ്ടമെൻ്റൽ റൈറ്റാണ്. എൻ്റെ ആരോഗ്യം നന്നാക്കാനായിട്ട് സർക്കാരിന് പൂർണ്ണ ചുമതല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം നിരോധിക്കുന്നത് പൊറോട്ടയാണ്. മൈദയിൽ ഉള്ള ഫൈബറെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതൊരു നാഷണൽ ഡിഷായിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ നടക്കാൻ ഒക്കാത്ത കാര്യങ്ങളാണ്. ഭൂലോകം മുഴുവനും പലരിടത്തും ശ്രമിച്ചിട്ട്, എസ്പെഷ്യലി എനിക്കറിയാം, ഞാൻ 10 കൊല്ലം അമേരിക്ക താമസിച്ചാണ്. ഇപ്പോൾ പ്രൊഹിബിഷൻ നിൽക്കുന്ന നാടുകളെന്ന് പറഞ്ഞാൽ മതപരമായിട്ട് ഇസ്ലാമിന് മദ്യപാനം എതിരാണ്, സിഖ് മതത്തിന് മദ്യപാനം എതിരാണ്. പക്ഷേ ഭാഗ്യത്തിന് പഞ്ചാബിൽ പ്രൊഹിബിഷൻ അവരാലോചിച്ചിട്ട് പോലുമില്ല. ബാക്കി പറയുന്ന രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലൊക്കെ ഉണ്ട്. പക്ഷേ എന്താണ് അവസ്ഥ? മദ്യം ഒഴുകുക. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇവിടെ ഒരു മദ്യ ലോബിയുണ്ട്, ഇവിടെ ഒരു സ്വർണ്ണ ലോബിയുണ്ട്. അവർ കാര്യമായിട്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട്. വിസിബിൾ അല്ലായിരിക്കും. അവരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് കാലാകാലങ്ങളിലൂടെ ഭരണമാറ്റം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ ഒരു കളി കളിച്ചു, അവർക്ക് പൈസ കിട്ടിയില്ല, അതുകൊണ്ട് ഒരു ക്ലിപ്പിടാൻ നോക്കി, അതാകെ കൂടി അവസരത്തിലായി, അവർ വെളിയിലായി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന സർക്കാർ ഏതാണ്ട് ബാക്ക് ടു നോർമൽ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളുമൊക്കെ ഏറ്റവും ക്രൂരമായിട്ടുള്ളത് ഈ എൻ്റെ സുഹൃത്ത് ചെറിയാമ്പരിപ്പ് പറഞ്ഞതുപോലെ ചാരായം നിരോധിച്ചതോടുകൂടായ അവസ്ഥ 50 രൂപയ്ക്ക് ഫിറ്റാവാൻ സാധിക്കുമായിരുന്നു. അതോടുകൂടി ഈ പറയുന്ന വിദേശ മദ്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ക്വാളിറ്റി കൺട്രോളിലൊന്നും ഏതൊരു വിധത്തിലുള്ള എഫർട്ടും എടുക്കുന്നില്ല. അപ്പം 50 രൂപയ്ക്കുള്ളവന് 300 400 രൂപ വരെ ചിലവാക്കേണ്ടി വന്നു. കുടിക്കാൻ നടക്കുന്നവൻ പണം കുറച്ച് വില കൂടിയെന്ന് പറഞ്ഞ് കുടിക്കാതിരിക്കുമോ? ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതെ വല്ലതും ചെയ്ത് വെച്ചിട്ട് റെഗുലേറ്ററി മെക്കാനിസം ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഴിമതി, അക്രമം, ക്രൈമും ഇതൊക്കെയാണ് ഇതിൻ്റെ റിസൾട്ട്. ഞാൻ ബേസിക്കലി ഒരു സോഷ്യൽ വർക്ക് സ്റ്റുഡൻ്റ് ആണ്. സോ നമ്മുടെ ഫീൽഡ് എക്സ്പീരിയൻസസിൽ നിന്നൊക്കെ നമുക്ക് കുറേ പഠിക്കാനായിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ബേസിക്കലി കണ്ടുവരുന്ന ആൽക്കഹോളിസം എന്ന് പറഞ്ഞൊരു ഫാക്ട്, ഇപ്പോൾ ഇവിടെ പലരും ഡിസ്കസ് ചെയ്തതുപോലെ അതിൻ്റെ നമ്പർ ഓഫ് അവൈലബിലിറ്റി അത് കുറയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ ബേസിക്കലി പറഞ്ഞു വന്നത് ഇപ്പം ഫോറിനേഴ്സ് ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും അല്ലാതെ സാധാരണക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിലും കൾച്ചറൽ ഡിഫറൻസസ് ആണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം സാധാരണക്കാരെന്ന് പറയുന്നത് they do not have any basic educational quality അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ അവെയർ ചെയ്യുക എന്ന് പറയുന്നത്.